പ്രോഗ്രാമായ സ്വാദിലേക്ക് ഞാനും ഷംസീറും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ കണ്ടത് മെക്സിക്കൻ ബീഫ് വിത്ത് സിംല റൈസ്. ഇനി ബ്രേക്കിന് ശേഷം എന്താണെന്നുള്ള കഥ ഇദ്ദേഹത്തിനോട് ചോദിക്കാം. എന്താണ് ബേൺ ഫ്രൈഡ് റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ? ബേൺ ഫ്രൈഡ് റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ. ഇതും ഈ 12-12 ബാർബിക്യൂ ആൻഡ് ഫ്രൈസിന്റെ സ്വന്തം ലാബോറട്ടറിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഇവിടുത്തെ ശാസ്ത്രജ്ഞനായ നിജിയുടെ പരീക്ഷണശാലയിൽ നിജിയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിയതാണ്. ഇദ്ദേഹം അത്യാവശ്യം ഒരു മേമ്പൊടികളൊക്കെ ചേർത്ത് അതിനെ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെന്തൊക്കെയാണ് കൂട്ടുകാർ നമുക്ക് നോക്കാം. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. നേരത്തെ പോലെ തന്നെ അധികം വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഫ്രൈഡ് റൈസ് നമ്മൾ ബോയിൽ ചെയ്ത റൈസ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, ഉപ്പുണ്ട്, മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. സോയാ സോസ് ഉണ്ട്, ബട്ടർ ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, ചില്ലി പേസ്റ്റ് ഉണ്ട്, കറിവേപ്പില, വറ്റൽ മുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി നന്നായിട്ട് കൊത്തിയരിഞ്ഞത്, സ്പ്രിംഗ് ഒണിയനും സെലറി നന്നായിട്ട് കൊത്തിയരിഞ്ഞത്, വൈറ്റ് പെപ്പർ, വെളുത്തുള്ളി നന്നായിട്ട് കൊത്തിയരിഞ്ഞത്, മല്ലിയില. ഉപ്പുണ്ടോ? അല്ല, പഞ്ചസാരയുണ്ടോ? ഷുഗർ ബി. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ മെയിൻ താരമായ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസാണ് എടുത്തേക്കുന്നത്. ചില്ലി പേസ്റ്റ് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പിന്നെ കറി ലീവ്സ് ഉണ്ട്, നമ്മുടെ കറിവേപ്പിലയുണ്ട്, പിന്നെ മല്ലിയില. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ എനിക്ക് നന്നായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ജാറായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. വേണമെങ്കിൽ ഒന്നുകൂടെ ബേൺ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ ഫ്രൈ അല്ലേ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബേൺ BURN കേട്ടോ. അതായത് കരിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്, ഒന്നും പിടികിട്ടുന്നില്ല. എന്തായാലും പുതിയ പുതിയ വിഭവങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് സ്വാദിന്റെ പാരമ്പര്യം. അത് ഇന്നും തുടരാൻ പോവുകയാണ്. തുടങ്ങാം. പहले क्या करना है? पहले चिकन फ्राई करें. पहले चिकन फ्राई करना. എളുപ്പമുള്ള പണിയാണ് ആദ്യം ചെയ്യാൻ. ചിക്കൻ ഫ്രൈ ചെയ്യാം. ഏത് വിജയിക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഇത്. വെജിറ്റബിൾ ഓയിലിനെക്കാട്ട് എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തിന് നല്ലത് അല്ലേ? നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചില്ലി പേസ്റ്റിന്റെ കളർ കൊണ്ടായിരിക്കണം. ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ ഫ്രൈ. അതിലെ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത ബേൺ ഫ്രൈഡ് റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓയിൽ വേണ്ടേ? ഓയിൽ എടുത്തോളൂ. ഓയിൽ പാകത്തിന് എടുത്തു കഴിഞ്ഞു. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബെറ്റർ നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് എന്താണ് ഇപ്പൊ റൈസ് ഇപ്പൊ ഇടണ്ട? വേണ്ട. എന്താണ് ആദ്യം വേണ്ടത്? ഏതാണ്? ആദ്യം ഇഞ്ചി നന്നായിട്ട് കൊത്തിയരിഞ്ഞതും വെളുത്തുള്ളി നന്നായിട്ട് കൊത്തിയരിഞ്ഞതുമാണ് ആഡ് ചെയ്യേണ്ടത്. കറിവേപ്പിലയുണ്ട്, വറ്റൽ മുളകുണ്ട് കേട്ടോ. അത് 2 നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇതിന്റെ അകത്തേക്ക്. മതി. കുറച്ച് സ്പൈസി ആയിട്ടിരിക്കട്ടെ. അപ്പം കറിവേപ്പിലയും വറ്റൽ മുളക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇനി ഇസ്മേ അണ്ട ഡാലിന. അപ്പൊ എത്ര മുട്ട എടുത്തിട്ടുണ്ട്? 2 മുട്ട. 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ തോടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ച അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന അരി തന്നെയാണ്. പൊറോട്ട ऐसे അതെനിക്കുന്നതിന് ഞാൻ എന്തോടെ ഇനി പറയണ്ടേ? പൊറോട്ട ബനാന ആത്താ ऐसे വീശിയടി ആത്താ? അതൊക്കെ അറിയാതെ കേട്ടോ എന്റെ അമ്മേ. മസാല ഡാലേ. മസാല ഏതൊക്കെ? നമുക്ക് ഷുഗർ വേണോ? ഉപ്പും പഞ്ചസാരയും എല്ലാം വേണം. 2 പാകത്തിനാണ്. വൈറ്റ് പെപ്പർ വേണം. പാകത്തിന് കുരുമുളക് കൂടി ആഡ് ചെയ്യണം. വൈറ്റ് പെപ്പർ ആണ്. ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുന്നു. സോയാ സോസ് വേണം. സോയാ സോസ് കുറച്ചേ ചേർക്കണം, അത് അധികം ആയി പോലും കേട്ടോ. ചില്ലി പേസ്റ്റ് 2 ഹീപ്ഡ് സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നമുക്ക് പാചകമോ ദൈവം ഇദ്ദേഹത്തിന് പാചകമാണ് കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. സെലറിയും സ്പ്രിംഗ് ഒണിയനും നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ
ബേൺ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ചിക്കനുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ചിക്കനിൽ ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ടല്ലേ ബാക്കി. എന്തുണ്ട്? അത് ചിക്കൻ റോസ്റ്റ് ആക്കണം, ഫ്രൈഡ് റോസ്റ്റ് ആക്കണം. ശരി, എല്ലാം മനസ്സിലാക്കട്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് ഇത് എങ്ങോട്ട് മാറ്റാം? ഈ പ്ലേറ്റിലേക്ക് മാറ്റിക്കോളൂ. ഓക്കെ, റൈസ് എടുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത ചിക്കൻ കുറച്ചുകൂടെ റോസ്റ്റ് ഒക്കെ ചെയ്ത് ഗ്രേവി എന്തെങ്കിലും കാണോ? थोड़ा ग्रेवी होगा उसमें? ग्रेवी नहीं, लेकिन मसाला ग्रेवी में थोड़ा रोस्ट करके इसमें ही करेगा हम. इसमें करेगा. ഓക്കെ. അപ്പോൾ റൈസിന്റെ കാര്യം ഏകദേശം അല്ല മുഴുവനും തീരുമാനമായി കഴിഞ്ഞു. ഇനി ചിക്കനിൽ മാത്രം കുറച്ചുകൂടെ മിനുക്ക് പണികൾ ബാക്കിയുണ്ട്. അതിനെ ഈ റൈസുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ മിനുക്ക് പണികൾ വേണം. എന്നാലേ ഇതിന് നമ്മൾ ആ പേരിന് സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഒരു ന്യായീകരണം നമുക്ക് കൊടുക്കാൻ പറ്റൂ. അത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? കുറച്ച് വെളുത്തുള്ളി എടുക്കുകയാണ്. ഗാർലിക്കും ബട്ടറും കൂടെ ഇട്ടാൽ ഭയങ്കര ഫ്ലേവർ ആണ് അല്ലേ? അല്ലേ? ടൊമാറ്റോ സോസ് ചേർക്കാൻ പോവാണ്. കുറച്ച് സോയാ സോസ് വളരെ കുറച്ചേ ചേർക്കാമല്ലോ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധ വേണം. ചില്ലി പേസ്റ്റ്, ഇനി കുറച്ച് ചില്ലി പേസ്റ്റ്. അതിൻ്റെ അളവ് എനിക്ക് മനസ്സിലായി. കാര്യങ്ങളൊക്കെ എനിക്ക് പിടിയിട്ടു. ഞാൻ നാട്ടിൽ പോയി ഒരെണ്ണം തുടങ്ങുന്നത് അല്ലേ? ഉപ്പും വേണം, കുരുമുളക് പൊടിയും വേണം കേട്ടോ, വൈറ്റ് പെപ്പറും വേണം. അതെല്ലാം നമ്മുടെ മനോധർമ്മം അനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. അതൊക്കെ നമ്മൾ ചെയ്ത് മാത്രമേ പരിചയമാവുള്ളൂ. ചിക്കൻ ഡാലേഗ. ഈ ചിക്കൻ എവിടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച്, അതായത് തുടക്കത്തിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നെ ഫ്രൈ ചെയ്തു. ആ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇതിലേക്ക്. അപ്പൊ ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. കറിവേപ്പിലയാണോ മല്ലിയിലയാണോ? മല്ലിയില. അങ്ങനെ പറ സ്വാമി. മതിയോ? കഴിഞ്ഞു. അങ്ങനെ ചിക്കൻ്റെ കഥയും കഴിഞ്ഞു, ഫ്രൈഡ് റൈസിന്റെ കഥയും കഴിഞ്ഞു. ബേൺ ഫ്രൈഡ് റൈസും റെഡിയാണ്, ചിക്കൻ ഫ്രൈയും റെഡിയാണ്. ഇനി അതെങ്ങനെയാണ് സെർവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് 12:30 നല്ല പൊരിച്ച കോഴി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിൽ പിന്നെയും വീണ്ടും അവനെ തുടക്കത്തിലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുത്ത കോഴിയായിരുന്നു. അതിലേക്ക് വീണ്ടും നമ്മൾ സോസും ബട്ടറും ഗാർലിക്കും പിന്നെ മല്ലിയില ഇതൊക്കെ ഇട്ട് അതിനെ വീണ്ടും സുന്ദരനിൽ അതായത് സുന്ദരിമാരിൽ ഐശ്വര്യ റായി ആക്കി ഇറക്കിയേക്കാണ്. അതിന്റെ താഴെ ബേൺ ഫ്രൈഡ് റൈസും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എന്റെ ലഞ്ച് ബേൺ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ സംഭവം എന്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ നമ്മൾ കണ്ടത് മെക്സിക്കൻ ബീഫ് വിത്ത് സിംല റൈസ് ആയിരുന്നു. ഇപ്പൊ രണ്ടാമത് ബേൺ ഫ്രൈഡ് റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ കേട്ടോ. ഇത് എവിടെന്നാ ഇതിന്റെ ഒറിജിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെയാണ് ഇതിന്റെ ഒറിജിൻ കേട്ടോ. ഇതിനല്ലാതെ ഒരു വിദേശി പാരമ്പര്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അധികം കത്തി വെച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. മിടുക്കൻ. ഇവിടത്തെ ഏറ്റവും പോപ്പുലർ മൂവിങ് 12 to 12 ഏറ്റവും പോപ്പുലർ മൂവിങ് ആയിട്ടുള്ള സംഭവമാണ് ഇവൻ. പക്ഷെ എന്റെ ടേസ്റ്റ് കുറച്ച് മാറിയിരിക്കുന്നുണ്ടാണ് ഞാൻ സിംല റൈസിന് വോട്ട് കൊടുത്തത് കേട്ടോ. പക്ഷെ ഏറ്റവും പോപ്പുലർ ഇവനാണ്. എന്തിനായാലും വളരെ നല്ല 2 വിഭവങ്ങൾ പ്രസന്റ് ചെയ്ത ഷംസീറിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ ഒരു അഡ്രസ് തരാം. It's to the producer Swad, Jain TV, Carmel Arcade, East to Trivandrum, and our email address is swad@jaintv.in. അപ്പോൾ നല്ലൊരു ബൈ പറഞ്ഞേ. ബൈ ആൻഡ് ടേക്ക് ഗുഡ് കെയർ.